ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനിക്ക് വലിയ വിഷമമാവുകയാണ് കേട്ടോ. തൻ്റെ ആ ഫോട്ടോ ഉടഞ്ഞതിൽ നന്ദിനി ഇങ്ങനെ മനസ്സുകൊണ്ട് വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ക്ലാസ്സുകളെല്ലാം അവിടുന്ന് അടിച്ചു നീക്കുകയാണ് ഈ പറയുന്ന രാജു കേട്ടോ. പിന്നീടാണെങ്കിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി ഉമ്മറത്ത് പോയിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടാത്ത ആ ഫോട്ടോ, ആ ശകുനം കെട്ട ആ ഫോട്ടോ, അത് രാവിലെ കണി കാണുമ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥ അതെനിക്ക് തീർന്നു കിട്ടിയെന്ന് പറയുമ്പോൾ യതീന്ദ്രൻ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, പറയണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് ആ ഗ്ലാസ്സുകളെല്ലാം നീക്കിയതിന് ശേഷം നന്ദിനി ആ ഫോട്ടോയിലോട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഈ സമയം രാജു അത് നീക്കിയതിന് ശേഷം ഇനി ആ ഫോട്ടോ അവിടെ കേടുവന്ന ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗ്ലാസ് പൊട്ടിയ ഫോട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ചോദിക്കട്ടെ എന്ന് കരുതി രാജു പെട്ടെന്ന് അല്ല മാഡം, ഞാൻ എന്താണ് ആ ഫോട്ടോ ചെയ്യേണ്ടത്, പൊട്ടിയ ഫോട്ടോ അവിടെ വെക്കാൻ പാടില്ല സാർ, രവീന്ദ്രൻ സാർ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ പൊട്ടിയ ഫോട്ടോ അവിടെ വെക്കാൻ പാടില്ലെന്നുണ്ടെങ്കിൽ താനെന്ത് ചെയ്യുക, ഫോട്ടോ എടുത്ത് മുറ്റത്തോട്ട് വലിച്ചെറി, കുപ്പത്തൊട്ടിയിലോട്ട് എറിയെന്നങ്ങ് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന നന്ദിനിക്ക് വലിയ വിഷമമാണ്. നന്ദിനിയുടെ കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. തൻ്റെ ആ ഫോട്ടോ ഒടിഞ്ഞപ്പോൾ തൻ്റെ മനസ്സിനുണ്ടാകുന്ന വേദന അത് പറയാനില്ല എന്നുള്ള ആ മനോഭാവത്തിൽ നന്ദിനി ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഭിത്തി ഇങ്ങനെ കാലിയായത് കാണുമ്പോൾ നന്ദിനിക്ക് വിഷമം തോന്നുകയാണ്. അപ്പോഴേക്കും രാജു ആ ഒരു ഫോട്ടോ എടുത്ത് മുറ്റത്ത് കൊണ്ടുവരികയാണ് കേട്ടോ. പിന്നീട് നന്ദിനിയെ തിരക്കുകയാണ് ഈ പറയുന്ന സൂര്യ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. അങ്ങനെ സൂര്യ നന്ദിനിയെ തിരക്കുകയാണ്. നന്ദിനി എന്ന് പറഞ്ഞിട്ട് സൂര്യ ഒത്തിരി തവണ വിളിച്ചു നോക്കുകയാണ്. അവൾ എന്നോട് പിണക്കത്തിലാണ്, ഇനി അവൾ മിണ്ടത്തില്ലല്ലോ. എന്തായാലും വേഗം ഡ്രസ്സ് മാറ്റി പോട്ടെ, ഇന്നൊരു കോഫി കൊണ്ടുവരുമെന്ന് വിചാരിച്ച, കോഫി കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് കുടിച്ചിട്ട് അങ്ങ് ഇറങ്ങായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്ലൈറ്റിൽ കാണാം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ, എന്നോടൊന്നും പറയാതെ പോരുതെന്ന്. സ്നേഹമുണ്ട്, എന്നോട് മിണ്ടാനേ അവൾക്ക് കഴിയാത്തുള്ളൂ, കുഴപ്പമില്ല വെണ്ടിച്ചെടുക്കാൻ എന്നൊക്കെ പറയുന്നതിനിടയ്ക്ക് സൂര്യ മുറ്റത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ മുറ്റത്ത് കാണാം തൻ്റെ ആ ഫോട്ടോ അവിടെ ഭിത്തിയിൽ വെച്ചിരിക്കുന്ന ആ ഫോട്ടോ ഉടഞ്ഞിട്ട് അവിടെ വേസ്റ്റിൽ കൊണ്ടിട്ടിരിക്കുന്നത് സൂര്യയുടെ കണ്ണിൽ കാണുകയാണ് കേട്ടോ. സൂര്യ ആകെ ഞെട്ടിപ്പോവാണ്, സൂര്യ ആകെ തളർന്നു പോവാണ്. സൂര്യക്ക് താങ്ങാൻ കഴിയുന്നില്ല. സൂര്യ ഒരു ഭ്രാന്തനെ പോലെ ആവുകയാണ് കേട്ടോ. ഇഷ്ര എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. നന്ദിനി എന്ന് പറഞ്ഞ് അലറി വിളിക്കുമ്പോൾ നന്ദിനി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. നന്ദിനി വന്ന ഉടനെ തന്നെ നന്ദിനി നീ കണ്ടോ, നീ അവിടെ ഒരു കാഴ്ച കണ്ടോ, അതാരാണ് ചെയ്തത്, അതാരാണ് വേസ്റ്റിലിട്ടത് എന്നൊക്കെ പറയുമ്പോൾ നന്ദിനി ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. തൻ്റെ ഉള്ളിലുള്ള സങ്കടം തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നന്ദിനിയോട് വീണ്ടും സൂര്യ ചോദിക്കുകയാണ്, ആരാണ് ആ ഭിത്തിയിലുള്ള ഫോട്ടോ ഉടച്ചത്, നിൻ്റെ മുഖം ഇങ്ങനെ കീറിയത് ആരാണ്, അതാരാണ് ഇത് ചെയ്തത്, ആരാണ് കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയിട്ടത്, ആരാണ് വേസ്റ്റിലോട്ട് ഇട്ടത്, മര്യാദക്ക് നന്ദിനി പറയും, എനിക്കറിയുമെങ്കിൽ എന്ന് പറയുമ്പോൾ നന്ദിനി ഒന്നും മിണ്ടില്ല കേട്ടോ. സൂര്യ ഇങ്ങനെ നോക്കുകയാണ്. ഇതേ സമയം നന്ദിനി നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ആരാണത് ചെയ്തതെന്ന് പറയൂ, പെട്ടെന്ന് പറയൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും സംസാരം തുടരുമ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയുകയാണ്, ഒരു മിനിറ്റ് എന്ന് കൈകൊണ്ട് കാണിക്കുകയാണ്. എന്നിട്ട് സ്ലൈറ്റ് എടുത്ത് അതിലെഴുതാണ്, സൂര്യ സാർ അതാരാ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയാം കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടി സൂര്യ സ്ലൈറ്റ് എറിഞ്ഞിട്ട് അതാരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കാനുള്ള ഐഡിയ ഒക്കെ എന്നിലുണ്ട് എന്ന് പറയും. എന്നിട്ട് താഴോട്ട് പോകുമ്പോൾ നന്ദിനി സൂര്യയുടെ കൂടെ ഓടുകയാണ് കേട്ടോ. പിന്നീട് ഇവരെല്ലാവരും താഴത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും സൂര്യ കോണിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച ആ ചുമര് കാലിയായിരിക്കുന്ന, അപ്പോൾ രാജുവേട്ടാ എന്ന് പറഞ്ഞ് അലറി വിളിക്കണം. അപ്പോൾ രാജു ആണെങ്കിൽ ഈശ്വര സൂര്യ സാറ് വരുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവിടെ വലിയ വഴക്കായിരിക്കും. ഇപ്പോൾ രാജുവിൻ്റെ അടുത്ത് രഞ്ജിത്തും നിൽക്കുന്നുണ്ട് കേട്ടോ. രാജു ആണെങ്കിൽ കോഫിയൊക്കെ ഇങ്ങനെ ഇവർക്ക് കൊടുക്കുന്ന സമയമായിരിക്കും. അപ്പോൾ രാജുവേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ്. രാജുവേട്ടാ ആരാണ് ആ ഭിത്തിയിലുള്ള ഫോട്ടോ എടുത്ത് വേസ്റ്റിലിട്ടിട്ടത്, അത് ആരാ പൊട്ടിച്ചത്, ആ ഫോട്ടോ ആരാ എങ്ങനെ കുത്തിക്കീറി നശിപ്പിച്ചത്. അപ്പോൾ ഹരിതയാണല്ലോ, അവൻ്റെ ഒരു കാട്ടിക്കൂട്ടൽ എന്ന ലെവലിൽ ഹരിത അങ്ങനെ മുഖം തിരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം രാജുവേട്ടാ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാം, ആരാണിത് ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സൂര്യ സാറേ എനിക്കറിയില്ല, ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ ആ ഫോട്ടോ ഉടനെ കിടപ്പുണ്ട്, ഞാനത് എടുത്ത് പിന്നീട് പൊട്ടിയ ഫോട്ടോ വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എടുത്ത സാർ പറഞ്ഞത് പ്രകാരം പുറത്തോട്ട് വെച്ചാൽ. അപ്പോഴേക്കും യതീന്ദ്രൻ പറയണേ, എന്തിനാ സൂര്യ നീ ഇത്ര വിഷയമാക്കുന്നത്, എന്താ ഡാഡി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്തത്ര വിഷയമാക്കേണ്ട കാര്യമില്ലേ, എൻ്റെയും നന്ദിനിയുടെയും ചേർന്നിട്ടുള്ള ഫോട്ടോ അത് അങ്ങനെ കുത്തി നോവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനി അവർ ഞങ്ങളോടും ചെയ്യും എന്നുള്ളതിൻ്റെ സൂചനയാണ്. അപ്പോൾ അത് കേൾക്കുന്ന പത്മക്ക് ഒരു പുല്ലുപോലെ ഒരു കളിയാക്കിയ രീതിയിൽ പത്മ ചായക്കപ്പ് ഇങ്ങനെ തിരിച്ചും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഹരിതയാണെങ്കിൽ ഒരു ചെറിയൊരു ഇളഞ്ചിരിയോട് കൂടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇവിടെ വിജയാണെങ്കിലും ഇവനാൾ കൊള്ളാലോ, ഇവന് എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ ഭയങ്കര വഴക്കുണ്ടാവും, എനിക്ക് അടി കിട്ടുമോ എന്ന പേടിയിൽ വിജയ് നിൽക്കണേ. എന്തായാലും ഇന്ദ്രജ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും, ഫോട്ടോ നശിപ്പിച്ചവളുടെ കാര്യം ഇന്ന് തീരുമാനമാവും എന്ന് പറയണേ. അങ്ങനെ ഈ സമയം ഡാഡി നിങ്ങളുടെ പൊണ്ടാട്ടിയാണത് ചെയ്തതെന്ന് ചോദിച്ചു നോക്കുക, നിങ്ങളുടെ ഭാര്യക്കാണ് ഇങ്ങനത്തെ ദുഷ്ടപ്രവൃത്തി ചെയ്യലേ അറിയത്തുള്ളൂ, നിങ്ങളുടെ ഭാര്യയാണത് ചെയ്തതെന്ന് ചോദിച്ചു നോക്കുക എന്ന് ഡാഡിയോട് ചോദിക്കുമ്പോൾ ഡാഡി പറയുന്നത്, സൂര്യ നീ ഒന്ന് അടങ്ങ്. അപ്പോൾ ഇതേ സമയം പത്മ പറയണേ, എനിക്കെന്തിനാടാ
ഇങ്ങനെയുള്ള പീറപ്പെണ്ണിൻ്റെ ഫോട്ടോ കീറി കളഞ്ഞ് കുത്തി ഇതാക്കിയിട്ട് അതെന്നോ ചെയ്യായിരുന്നു, ഞാൻ ഇത്രയും നാളും ചെയ്തില്ലല്ലോ, എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോഴേക്കും രഞ്ജിത്തിൻ്റെ നേർക്ക് തിരിയാണ്. അപ്പം നീ ആയിരിക്കില്ലേ, നിനക്ക് ഇന്നലത്തെ പ്രതികാരം നീ ചെയ്തതായിരിക്കും എൻ്റെ നന്ദിനി എൻ്റെ ഷർട്ടിൽ പിടിച്ചത്. അപ്പോഴേക്കും വന്ദനയും അതുപോലെ തന്നെ ഉദയനൊക്കെ ആകെ പേടിച്ച് പോവാണ് കേട്ടോ. നീ ആയിരിക്കില്ലേ, അയ്യോ സൂര്യ ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല, ഞാനല്ല എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ നീയല്ലാതെ ആരാ, നീ നിൻ്റെ പ്രതികാരം, നീ ഈ മുഖം മൂടിയിട്ട് നടക്കേണ്ട, അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴേക്കും പത്മ അവിടെ ഇടപെടുകയാണ്. ഡാ ഭാവി മരുമകനാണ്, നാളെ എൻ്റെ മോളുടെ ഭർത്താവാൻ പോകുന്നവനാണ്, എൻ്റെ ഏട്ടൻ്റെ മകനാണ്, എന്തിനാ നീ കാണാത്തത്, അവൻ്റെ തലയിലിടാൻ നോക്കുന്നത്, നിൻ്റെ പ്രതികാരം നിർത്തുക. പിന്നെ ആരാ അത് ചെയ്തത്? ഈ ഇരിക്കുന്ന ഇയാളുടെ മകളായിരിക്കും ഈ ഹരിത പറയുന്ന, അവൾ പത്മയുടെ തനി പകർപ്പാണെന്ന് എല്ലാവരും അവിടും പറഞ്ഞു കൊടുത്തിരിക്കുകയല്ലേ, ആ തനി പകർപ്പ് ഇവൾ ചെയ്തതായിരിക്കും, ഇവളതായത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോഴേക്കും പത്മ പറയണത്, ദേ വെറുതെ നീ കാണാത്തത് എൻ്റെ മക്കളുടെ പേരിലിടാൻ നിൽക്കണ്ട, എൻ്റെ സ്വഭാവം അങ്ങ് മാറും. അപ്പോഴേക്കും നന്ദിനി നീ പറ, ആരെങ്കിലും ചെയ്തത് നീ കണ്ടിട്ടുണ്ടോ, സത്യമായിട്ട് നീ എന്നോട് തുറന്ന് പറ നന്ദിനി, ആരാ കണ്ടതെന്ന് ഞാൻ ഇതിന് ഇപ്പോൾ തീരുമാനം ഉണ്ടാക്കിക്കോളാം, എന്തായാലും ഇതാരാ ചെയ്തതെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടില്ല, അവർ പറയുന്നത് നാളെ ഇതുപോലെ നിന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നന്ദിനിയാണെങ്കിലോ മൗനവ്രതത്തിലാണെങ്കിലോ, അപ്പോൾ അതേസമയം ഹരിതഹോ അവൻ്റെ ഒരു സ്നേഹം എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദിനി തൻ്റെ തല പിടിച്ച് സത്യം ചെയ്യാണ്. സൂര്യ സാർ എനിക്കറിയില്ല എന്ന് മൗനത്തോടു കൂടി ഇങ്ങനെ തല പിടിച്ച് സത്യം ചെയ്ത് തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുകുമ്പോൾ സൂര്യക്ക് സഹിക്കില്ല കേട്ടോ. അയ്യോ നന്ദിനി നീ കരയണ്ട, അതിനെന്തിനാ നീ കരയുന്നത്, നീ വിഷമിക്കൊന്നും വേണ്ട, ഈ സൂര്യ സാർ ആ ആളെ കണ്ടെത്തും, നീ ആ ഫോട്ടോ നശിപ്പിച്ചതിൽ. അപ്പോൾ അത് കാണുന്ന ഹരിതക്ക് ദേഷ്യം പിടിക്കുക. അവൻ്റെ ഒരു പുന്നാരം എന്ന ലെവലിൽ. എന്നിട്ട് സൂര്യ പറയണേ, ഞാൻ ഈ ഫോട്ടോ നശിപ്പിച്ച ആരാണെങ്കിലും ഞാൻ കണ്ടെത്തും, ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല, അവരെ ഞാൻ പിന്നീട് കാണിക്കാൻ പോകുന്നത് ഇതുപോലെ ഫോട്ടോയിലല്ല നേരിട്ട് തന്നെ കാണിക്കും, അത് കണ്ടോളൂ, അത് ആരാണെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷേ ഞാനത് തെളിവ് സഹിതം കൊണ്ടുവരുമെന്ന് പറയുന്നത് കേട്ടോ. ഇതേ സമയം ഗംഗയാണ് കാണിക്കുന്നത്. ഗംഗ തൻ്റെ ഏട്ടനുമായി ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഗുണ്ടകളോട് വരാൻ പറഞ്ഞിട്ടുണ്ടാവും. ആ ഗുണ്ടകൾ എത്താണ്. എന്താ മേഡം നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഫ്രണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ ശത്രു, അവളുടെ വീട്ടിലൊരു കല്യാണമുണ്ട്, ആ കല്യാണമല്ല നിശ്ചയം, ആ നിശ്ചയം എങ്ങനെയെങ്കിലും മുടക്കണം, അവിടെ ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടാനുണ്ട്, നിങ്ങളത് ചെയ്യണം, അത്രയേ ഉള്ളൂ മേഡം, ഇത്ര സിമ്പിളായ പണിയാണോ? അതെ, നിങ്ങളവിടെ വെച്ച് വിളമ്പുന്ന ആളുകളായിട്ടാണ് അവിടെ പോകാൻ, ഓരോരുത്തർക്കും ഓരോ പണിയായിരിക്കും ഞാൻ തരുന്നത്, ഓരോ പണി എന്തെന്ന് ഞാൻ ഫോണിലൂടെ വിളിച്ച് പറയും, ഇതൊരു സിമ്പിളാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും, പക്ഷേ ഇതൊന്നും സിമ്പിളല്ല, കുറച്ച് ടാസ്ക്കുള്ള പണി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുക, അതിനനുസരിച്ച് ഞാൻ പറയുന്നത് പോലെ ഓരോ സമയത്തും ഓരോ ഫോൺ കോൾ നിങ്ങൾക്ക് വരും, അതിനനുസരിച്ച് നിങ്ങൾ നീങ്ങണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശരി മേഡം, ഞങ്ങൾ അതിനനുസരിച്ച് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ പത്മയും ഇന്ദ്രജയും വേദയും ഇങ്ങനെ റൂമിലിരിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജയും വേദയും പറയണേ, എന്തായാലും നമ്മളെല്ലാവരും ആഗ്രഹിച്ച ആ ഫോട്ടോയാണ് പിച്ചി ചീന്തി ഇട്ടിരിക്കുന്നത്, ഇത് രാവിലെ ഇറങ്ങി വരുമ്പോൾ തന്നെ ആ മുഖം കാണുക എന്ന് പറയുന്നത് ദേഷ്യമായിരുന്നു, ഇപ്പോൾ ആ ഭിത്തി ഒന്ന് കാലിയായപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, സത്യം പറയല്ലോ അവളുടെ മുഖം കാണുന്നത് തന്നെ അറപ്പും വെറുപ്പാണ്. അപ്പോൾ പത്മ പറയുന്നത് ശരിയാണ്. അപ്പോൾ വിജയ് പറയുന്നത് സത്യത്തിൽ പത്മാൻ്റെ ഇത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം പത്മ ഇങ്ങനെ ചെറിയ പുഞ്ചിരിയോട് കൂടി നിൽക്കുകയാണ്. ഇതേ സമയം ഇന്ദ്രജയും വേദയാണെങ്കിൽ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ചെയ്യാൻ ചെയ്ത ആളെ കണ്ടാൽ എന്തായാലും എന്താ പറയേണ്ടതെന്നറിയില്ല, അത്രയും നന്ദിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ ഹരിത അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ ഹരിതയെ കാണുന്നതിനോട് കൂടി ഇവർ ചോദിക്കുകയാണ്, അല്ല ഹരിത പിന്നെ നീയാണോ എന്ന് ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഹരിത പറയാണ്, ആ ഭിത്തിയിലുള്ള ഫോട്ടോ ഒടിച്ചത് ഞാനാണ്, ആ ഫോട്ടോ ആ രീതിയിൽ കീറി മുറിച്ചത് ഞാനാണ്, ഇന്നലെ എൻ്റെ ഏട്ടൻ്റെ നേർക്ക് അവൾ കൈ ഓങ്ങിയപ്പോൾ തന്നെ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചതാണ്. അപ്പോൾ തന്നെ പത്മ പറയണം, ഞാൻ വിചാരിച്ചു മോള് തന്നെ ആയിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുന്നത്, അതിലെനിക്ക് ഉറപ്പുണ്ടായിരുന്നു, കാരണം നീ ഒരു പെണ്ണല്ല, നീ ഒരു ആൺകുട്ടിയുടെ തൻ്റെ ഇടമാണ് നീ കാട്ടിക്കൂട്ടുന്നത്, എന്തായാലും ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് അത് നടന്നിരിക്കുന്നു എന്ന് പറയാം കേട്ടോ. ഇതേ സമയം സൂര്യ വലിയ ടെൻഷനിലാണ്. ആ ഫോട്ടോ ചെയ്ത ആൾക്ക് എന്തായാലും നാളെ നന്ദിനിയോട് ഇതുപോലെ ചെയ്യാൻ കഴിയുമെന്ന ഉറപ്പ് സൂര്യക്കുണ്ട് കേട്ടോ. അങ്ങനെ സൂര്യ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഇന്ദ്രജയും രഞ്ജിത്തും അതുപോലെ ഉദയനും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ രഞ്ജിത്തും ഉദയനും വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേയായിട്ട് യതീന്ദ്രൻ വരികയാണ്. അപ്പോൾ യതീന്ദ്രൻ പറയാണ്, മോനെ നീ ഈ ഫോട്ടോയുടെ കാര്യത്തിൽ എന്തിനാ അങ്ങനെ ടെൻഷനാവുന്നത്, അത് ഉടയിലും സാധാരണ കീറലൊക്കെ സ്വാഭാവികമല്ലേ, നമുക്ക് വേറൊരു ഫോട്ടോ വെക്കാം, അതിന് പകരം ഒരു ഫോട്ടോ വെക്കാം, ഫ്രെയിം ചെയ്യാം, എന്തെല്ലാം ചെയ്യാം, അതൊക്കെ അല്ലേ അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുമ്പോൾ, ഇല്ല ഡാഡി ഇത് അങ്ങനെ ഉടഞ്ഞതും അതുപോലെ തന്നെ കീറിയതൊന്നുമല്ല, മനഃപൂർവ്വം അത് ചെയ്തതാണ്, എൻ്റെ നന്ദിനിയോടുള്ള ദേഷ്യം അത് ചെയ്തതാണ്, ഇതങ്ങനെ വിടാനൊന്നും
പറ്റത്തില്ല. അപ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഉദയം കയറി വരുന്നത്. മോനെ, ഒരു വീടല്ലേ, ഒരു കുടുംബമല്ലേ, പ്രശ്നങ്ങളുണ്ടാവാം. അത് ഈ വീട്ടിൽ ആരോ ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതിന് പിറകെ ഇങ്ങനെ പോകാൻ നിൽക്കണോ? തെറ്റ് ആർക്കും പറ്റാമല്ലോ. അപ്പോൾ ഉടൻ തന്നെ സൂര്യക്ക് ഇങ്ങനെ ദേഷ്യം പിടിച്ച്, തെറ്റെല്ലാവർക്കും പറ്റാം, തെറ്റുകൾ പറ്റുമ്പോഴാണല്ലോ പ്രതികാരം എന്ന സംഭവം ഉണ്ടാകുന്നത് എന്നിങ്ങനെ രഞ്ജിത്തിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അതുകൊണ്ട് ആരിത് ചെയ്തു എന്ന് എനിക്ക് നന്നായി അറിയാം. ആ ചെയ്ത ആളെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അവനെ ഞാൻ പച്ചക്ക് കത്തിക്കും. ആ പച്ചക്ക് കത്തിക്കുന്ന ആ സീന് നിങ്ങൾ കണ്ടോളൂ. ഇതങ്ങനെ വെറുതെ വിടാൻ തയ്യാറല്ലെന്ന് പറയാം കേട്ടോ. ഈ സമയം നന്ദിനിയാണെങ്കിലോ നിറകണ്ണുകളോടുകൂടി ആ കോണി കയറുന്ന ആ സ്റ്റെപ്പിലോട്ട് ഇങ്ങനെ നോക്കണം കേട്ടോ. തൻ്റെ ഫോട്ടോ അവിടെ പിച്ചി ചീന്തി ഇട്ടതിൽ അത് തനിക്ക് നല്ല സങ്കടമുണ്ട്. അങ്ങനെ നന്ദിനി അത് നോക്കി നിൽക്കുന്നത് രാജു കാണുകയാണ്. അപ്പോൾ രാജു പറയണ, മോളെ നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഈ വീട്ടിലുള്ളവരുടെയൊക്കെ സ്വഭാവം ഇങ്ങനെയാണ് മോളെ. ഇതാരാ ചെയ്തതെന്ന് എൻ്റെ മോൾക്കറിയാമോ? ഇല്ല ഇല്ല രാജുവേട്ടാ, എനിക്ക് ആരാ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാമെങ്കിൽ അത് ആരാ രാജുവേട്ടാ? ആ പെണ്ണില്ലേ, അമേരിക്കക്കാരത്തി പെണ്ണാണ് ഇത് ചെയ്തത്. അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ എന്താ രാജേട്ടൻ പറയുന്നത്? അതെ, ആ അമേരിക്കക്കാരത്തി പെണ്ണാണ്. അവൾക്കൊരു തോന്നലുണ്ട്, ഇവിടുത്തെ പത്മ മേഡത്തിൻ്റെ പോലെ തനിക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന അവൾക്കാണ് ഇങ്ങനെയുള്ള ദുഷ്ടതകൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ഈ വീട്ടിലെ വേറെ ആർക്കും അങ്ങനെ കഴിയത്തില്ല. അവളാണിത് ചെയ്തിരിക്കുന്നത്. അവളെ വെറുതെ വിടരുത്. അപ്പോൾ ഇത് കേട്ടതിനോട് കൂടി നന്ദിനി, സൂര്യ സാർ കേൾക്കൊന്നും മിണ്ടാതിരിക്കുക. സൂര്യ സാർ ആ ആളെ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ വിടത്തില്ല. അതാണ് വേണ്ടത്. സൂര്യ സാറിൻ്റെ കയ്യിൽ ചൂടറിയട്ടെ. അവരൊക്കെ ചൂടറിയണമെങ്കിൽ മാത്രമാണ് അവൾ ഒതുങ്ങത്തുള്ളൂ. അവളൊരു അഹങ്കാരിയാണ്. അവൾക്ക് എന്ത് ചെയ്യാന്നുള്ള തോന്നൽ അങ്ങ് മാറ്റി കൊടുക്കട്ടെ. സൂര്യക്കുഞ്ഞ് മാറ്റി കൊടുക്കുന്നതിനോട് കൂടി അവളുടെ അഹങ്കാരം അതോടുകൂടി നിൽക്കും എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ നന്ദിനി, ഒന്ന് നിർത്തിക്ക രാജോട്ട, എനിക്ക് പേടിയാവുന്നു. രാജോട്ടൻ ഓരോന്നും പറയും. സൂര്യ സാർ അത് കേൾക്കും. പിന്നീട് ഈ വീട്ടിലുണ്ടാവാൻ പോകുന്ന വഴക്ക് അത് രാജേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാം മോളെ, അവൾക്ക് ആ അടി അവൾക്ക് അത്യാവശ്യമാണ്. അത് കിട്ടുമ്പോഴാണ് അവൾ പഠിക്കത്തുള്ളൂ, അല്ലാതെ അവൾ പഠിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരുന്നത് കേട്ടോ.